ദൈവനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഐസക് അങ്കിള്, അതുപോലെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാലാവസ്ഥ ചില പ്രശ്നങ്ങളൊക്കെ കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെയുള്ളതിനായി, ദൈവത്തിൻ്റെ കൺട്രോൾ നമ്മുടെ കൂടെയുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില പ്രത്യേക കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നിന്നുള്ള ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, അതായത് ഒരു മനുഷ്യനെ, ഒരു ദൈവ പൈതലിനെ ബുദ്ധിയുള്ളവനും അല്ലാതുമാക്കുന്ന ആ ശക്തമായ ഒരു വചനമാണ് മത്തായി സുവിശേഷം 5, 6, 7 ആ ഗിരിപ്രഭാഷണങ്ങളിൽ ഉള്ളത്. യേശു നമ്മളെ അവസാനം വാൺ ചെയ്തതുപോലെ, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാവുകയും, എൻ്റെ ഈ വചനങ്ങളെ കേട്ട്, അതാണ് അതിൻ്റെ രസം, കേട്ട്. അപ്പോൾ അത് മൊത്തം കേട്ട വ്യക്തിയാണ്. ആ കേട്ടു പക്ഷെ പ്രമാണിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അവൻ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് യേശു നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ വണ്ടർ ചെയ്യാറുണ്ട്, ഇത് കേക്ക് പോലും ചെയ്യാത്ത, അറിയ പോലും ചെയ്യാത്ത മനുഷ്യൻ്റെ അവസ്ഥ ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ്റെ ആ കമ്പാരിസണിൽ പോലും യേശു പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആ ആളെ കൺസിഡർ പോലും ചെയ്യുന്നില്ല, കേൾക്കാൻ പോലും തയ്യാറാവാത്ത, അല്ലെങ്കിൽ കേൾക്കാൻ പോലും ആ ഒരു ലെവലിൽ പോലും എത്താത്ത മനുഷ്യനെ, അല്ലെങ്കിൽ ദൈവ പൈതൽ എന്നൊന്നും വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ ആ ഒരു കാര്യത്തിലോട്ടാണ് നമ്മൾ വരുന്നത്. ഹല്ലേലൂയ. കാരണം വചനം വളരെ വ്യക്തമായി പറയുന്നു, പരിജ്ഞാനമില്ലാത്തതുകൊണ്ട്, നമുക്ക് നോളജ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നശിച്ചു പോകും. വളരെ ശക്തമായ, വളരെ പേടിപ്പെടുത്തുന്ന ഒരു സത്യമാണ്. പക്ഷെ ആ പേടി നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ആത്മീയമായ പ്രശ്നമുണ്ട്. അതായത് വളരെ പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു വചനം യോഹന്നാന്റെ സുവിശേഷത്തിലും, ഈ നിന്റെ പുത്രനെ അറിയുന്ന, ദൈവത്തെ അറിയുന്നത് തന്നെ നിത്യജീവൻ എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ നമ്മുടെ വിചാരം ജസ്റ്റ് ദൈവത്തെ അറിയുക എന്ന് പറയുന്ന ദൈവം ഉണ്ട്, അല്ലെങ്കിൽ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്, അത് സാത്താനും അറിയുന്നൊരു കാര്യമാണ്. അതല്ല ദൈവം ഉദ്ദേശിച്ചേ. ദൈവത്തെ നമ്മൾ നിത്യജീവൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അത്രയും എന്തൊക്കെ അറിയാനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാകൃപയാൽ അടിയനെ ദൈവം പയ്യെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, രഹസ്യത്തില് പിതാവ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോ ആ അവസ്ഥയുടെ ഒരു ആഴത്തിലുള്ള ഇല്ലുസ്ട്രേഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം പഠിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ ആഴ്ച. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ വളരെ വ്യക്തമായി ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന്, 10-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ യേശുവാകുന്ന വാതിലിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് ഒരു ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ ആ വചന ഭാഗത്തിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലവും ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ കഴിഞ്ഞ ആഴ്ചക്കാലം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അന്യന്മാരുടെ ശബ്ദം അറിയായക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. നമ്മൾ 4-ാം വാക്യം കൂടി വായിക്കുവാണെങ്കിൽ, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. 5-ാം വാക്യം, അന്യന്മാരുടെ ശബ്ദം അറിയായ കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചക്കാലം ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇതെന്തൊരു കഥ. അതായത് യേശു ഇവിടെ പറഞ്ഞതനുസരിച്ച് ഒരു യഥാർത്ഥമായ ഒരു ആടാണെങ്കിൽ ഈ ആടിന് യേശുവിൻ്റെ ഒച്ചയെ അവൻ ശരിക്കും പറഞ്ഞാൽ കേൾക്കാവൂ, അല്ലെങ്കിൽ ആ യേശുവിൻ്റെ ആ സിസ്റ്റത്തിൽ യേശുവോട് ചേർന്ന് യേശുവാകുന്ന ഇടയൻ പറയുന്നത് കേട്ട്, ഇടയനെ അറിയുന്ന ആടിനെ അറിയുന്ന ഇടയൻ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും അന്യൻ വന്ന് വിളിച്ചു കൂയാലും
ഈ അന്യനെ അനുഗമിക്കുക പോയിട്ട് അത് വിട്ട് ഓടിപ്പോകുന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, പ്രാക്ടിക്കലി പക്ഷെ അങ്ങനെ അല്ല. വിശ്വാസികളാണെന്ന് പറയുന്ന നമ്മൾക്ക് ലോകത്തിന്റെ കാര്യങ്ങളാ കൂടുതൽ അറിയാവുന്നത്. ലോകത്തിന്റെ സകല തരികിടകളും അറിയാവുന്നത്. നമുക്ക് ആക്ച്വലി പാടുള്ളത്, ബുദ്ധിമുട്ടുള്ളത് യേശുവിന്റെ ശബ്ദം കേൾക്കാനാണ്. അപ്പോ എന്തോ ഒരു വലിയ പ്രശ്നം ഇതിലുണ്ട്. നമ്മുടെ രക്ഷ എന്നുള്ള നമ്മുടെ അറിവിൽ തന്നെ, നമ്മുടെ ആ കൺസെപ്റ്റിൽ തന്നെ, യേശുവാകുന്ന വാതിൽ എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ നമ്മൾക്ക് പ്രശ്നമുണ്ട് എന്ന് ഉള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ആഴ്ച കാലം നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. നമുക്ക് ആ ഒരു കാര്യം നമുക്ക് വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ ഇവൻ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ രക്ഷ എന്നുള്ള കൺസെപ്റ്റ് എന്നുള്ള ആ ഒരു ഉറപ്പ് പോലും നമുക്ക് യഥാർത്ഥമായി നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഒഫെൻസീവായിട്ട് തോന്നാം, ബട്ട് ഐ എം സോറി, വി നീഡ് ടു ഡിസ്കസ് ഇറ്റ്. അത് നമുക്കത് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ചക്കാലം ഒരു റഫായിട്ട് ഒരു പടം വരച്ച് ഇലിസ്ട്രേറ്റ് ചെയ്തായിരുന്നു. ഞാൻ ഇന്നിപ്പോൾ ഒരു കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഒരു പടം ഈ അതിന് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് ഷെയർ ചെയ്യുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. കാരണം അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യാം. ജോയലൊക്കെ ഉള്ളത് കൊണ്ട് ജോയലിന് മനസ്സിലാവാൻ പാകത്തിന് ഞാൻ മാക്സിമം അത് ഇലിസ്ട്രേറ്റ് ചെയ്യാൻ, ഞാൻ വെർബലിയും കൂടെ അത് പറയാനും ശ്രമിക്കാം. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ ഒന്ന് അപേക്ഷിക്കുകയാണ്. വളരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു വസ്തുതയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കാലം നമ്മൾ പഠിച്ചു കൊണ്ടുവന്ന, അല്ലെങ്കിൽ നമ്മളിപ്പം കുറച്ചു മുമ്പ് വായിച്ച യോഹന്നാന്റെ സുവിശേഷം 4-5 വാക്യങ്ങളുടെ അർത്ഥം എന്താണെന്ന് അറിയുവാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം ചില കാര്യങ്ങൾ ചിന്തിച്ചായിരുന്നു. നമ്മൾ ചിന്തിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഈ പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡിന് മുമ്പ് ഒരു സ്ലൈഡും കൂടെ വേണ്ടതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവനൊരു ബോഡിയുണ്ട്, അവനൊരു സോളുണ്ട്, അവനൊരു സ്പിരിറ്റ് ഉണ്ട്. ഹല്ലേലൂയ. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ അതിന് പ്രൂഫോടുകൂടി, അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സോളായിട്ടാണ് അത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പൊടി അത് നമ്മുടെ ബോഡിയാണ്. മനുഷ്യനുള്ള ആത്മാവ് അതാണ് ഹ്യൂമൻ സ്പിരിറ്റ്. ആ കാര്യം നമുക്ക് അറിയാമെന്നുള്ള, അല്ല ഓർമ്മയിലുണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഞാൻ ഇന്നത്തെ ഈ വചന പഠനത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞ ആ വാക്യം നമുക്കൊന്ന് വ്യക്തമായി ഒന്ന് ഓർത്തെടുക്കാം. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു വളരെ വ്യക്തമായി പറയാണ്, യേശുവാകുന്ന വാതിലിലൂടെ നമ്മൾ കടക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ 9-ാം വാക്യത്തിൽ ഇവിടെ എഴുതിയേക്കുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ കണ്ടായിരുന്നു, യഥാർത്ഥമായി ഇതിപ്പോൾ സപ്പോസ് നമ്മുടെ മനസ്സിലാകാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു പടം നമ്മൾ വരച്ചാൽ, യേശുവാകുന്ന വാതില് ഇവിടെയാണ്. ഈ വാതിലിലൂടെ നമ്മുടെ സ്പിരിറ്റിനെ കടത്തിവിടേണ്ടതുണ്ട്. കാരണം ദാവീദ് അത് മനസ്സിലാക്കിയിട്ട് 31-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ ദൈവമേ നിന്റെ കയ്യിലോട്ട് ഭരമേൽപ്പിക്കുന്നു. കാരണം ദാവീദ് പല മേഖലകളിൽ പ്രതികൂലം നേരിട്ടപ്പോൾ, പല മേഖലകളിൽ ലജ്ജിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ദാവീദിന് മനസ്സിലായി, യെസ്, എനിക്ക് ഈ ദൈവം കൂടാതെ എനിക്ക് ഒരു മാർഗവുമില്ല. അതുകൊണ്ട് എൻ്റെ ആ സ്പിരിറ്റിനെ ഈ യേശുവിലാകുന്ന വാതിലിലൂടെ, നമ്മുടെ പുതിയ നിയമ കൺസെപ്റ്റിൽ അങ്ങനെയാണ്, ദാവീദിൻ്റെ ആ സമയത്ത് അതെ ആ ദൈവത്തിലോട്ട് ഈ സ്പിരിറ്റിനെ ഏൽപ്പിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്പിരിറ്റിലോട്ട് ഏൽപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇനി നമ്മൾ രക്ഷിക്കപ്പെട്ട വ്യക്തി, ഇത് രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്കുള്ള ഒരു ഇതാണ് നമ്മുടെ പ്രാക്ടിക്കൽ പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ
ചിന്തിച്ച ആ ഒരു വസ്തുത, അതായത് ലോകമാണ് നമ്മൾ കൂടുതൽ നിൽക്കുന്നത്, ലോകത്തിന്റെ കാര്യങ്ങളാണ് കൂടുതൽ നിൽക്കുന്നത്. അത് എന്തുകൊണ്ട് യേശു പറഞ്ഞ ലെവലിലോട്ട് നമ്മൾ എത്തുന്നില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാകണമെങ്കിൽ ഈ സ്ക്രീനിലോട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സോള്, ഈ സോളിന്റെ അധികാരത്തിലാണ് നമ്മുടെ സ്പിരിറ്റ് ഇരിക്കുന്നത്. നമുക്ക് അതിനെ വേണമെങ്കിൽ ഈ ഈവിളിന്റെ സിസ്റ്റത്തിലോട്ടും നമുക്ക് കൊടുത്തുവിടാം. നമുക്ക് അതിനെ വേണമെങ്കിൽ യേശു ആകുന്ന വാതിലിലൂടെയും കടത്തിവിടാം. പക്ഷെ അത് നമ്മുടെ ഈ സോള്, അതായത് ഞാൻ ഇപ്പൊ സോനു എന്ന വ്യക്തി ആ ബോധപൂർവം എൻ്റെ ആത്മാവിനെ യേശുവിൻ്റെ കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തേ പറ്റൂ. ഇനി നമുക്ക് ഈ ഒരു ബോധമില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ ഈ യേശുവാകുന്ന വാതിൽ ഇടുക്കുവാതിലാണ്. യേശുവിന് വളരെ സിസ്റ്റമുണ്ട്, വളരെ ഭയങ്കര ഇതാണ്. അതേസമയം തൊട്ടപ്പുറം വേറൊരു വാതിൽ, അല്ലെങ്കിൽ വാതിൽ എന്ന് പറയാൻ പറ്റില്ല, വേറൊരു ചേംബർ കിടപ്പുണ്ട്. ഈ ചേംബർ മാടി വിളിക്കുവാണ് നമ്മളെ. യെസ്, നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ആ ഈവിളിന്റെ വാതിൽ, അല്ലെങ്കിൽ ഈവിളിന്റെ ആ ചേംബറിലോട്ട് പോകാനാണ് എല്ലാ ചാൻസും. നമ്മുടേതായ എല്ലാ ആക്ടിവിറ്റീസിലും, അല്ലെങ്കിൽ മൊബൈലെടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ ആരോടും സംസാരിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിൽ ഇടപെട്ടാൽ, ഈ ലോകത്തിൽ മൊത്തം ആ ദുഷ്ടപിശാച് നമ്മുടെ ആത്മാവിനെ അക്സസ് ചെയ്യാൻ, ആത്മാവിനെ കയറി പിടിക്കുവാൻ വേണ്ടി, ആ ദുഷ്ടപിശാച് ആത്മാവിനെ അതായത് കൈവശമാക്കുവാൻ വേണ്ടി ദുഷ്ടപിശാച് ശ്രമിക്കുന്ന അവസ്ഥയാണ്. അത് ബൈ ഡീഫാൾട്ടായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ചിന്ത. അപ്പോൾ ഈ സോൾ ചിന്തിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ഈ സ്പിരിറ്റ് ആണ് ഫീഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ആഴ്ചകളിലൊക്കെ നമ്മൾ പ്രോവർബ്, ആ സദൃശവാക്യം 16-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു. അതായത് മനുഷ്യന് തൻ്റെ നിരൂപണങ്ങളൊക്കെയും അത് ചൊവ്വായിട്ട് തോന്നുന്നു, പക്ഷേ യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. യഹോവ നോക്കുന്നത് ഈ ആത്മാവ് ഈവിളിനകത്താണോ, ഈ ആത്മാവ് ജീസസിനകത്താണോ എന്നുള്ളതാണ് യഹോവ നോക്കുന്നത്. ഹല്ലേലൂയ. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. കാരണം ഈ മനുഷ്യന് ഈ ആത്മാവ് ഈവിളിന്റെ അകത്താണെങ്കിലും അവൻ ചിന്തിക്കുന്നൊക്കെ അവന് ശരിയാന്ന് തോന്നും. ഈ ആത്മാവ് ജീസസിന്റെ അകത്താണെങ്കിലും അവൻ ചിന്തിക്കുന്നൊക്കെ അവന് ശരിയാന്ന് തോന്നും. പക്ഷേ ദൈവം നോക്കുമ്പോൾ യഥാർത്ഥമായ അവൻ സത്യത്തിലാകണമെങ്കിൽ അവന്റെ ആത്മാവ് ജീസസിനകത്തായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ്, ബേസിക് കൺസെപ്റ്റ് നമ്മൾ വിശ്വാസികൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ അതിന്റെ കുറച്ചുകൂടെ ആഴത്തിലുള്ള കൺസെപ്റ്റിലോട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് അടുത്ത ഒരു വേദഭാഗം നമ്മൾ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. അത് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം എടുത്ത ഒരു വചനമാണ്. മത്തായി സുവിശേഷം 16:17. യേശു അവനോട്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. ഇത് ഈ ഒരു വാക്യങ്ങൾ, ഈ ഒരു മത്തായി സുവിശേഷം 16-ാം അധ്യായം ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവ പൈതല് അവന്റെ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെ നടത്തണമെന്ന് വ്യക്തമായി ഡിഫൈൻ ചെയ്യുന്ന ഒരു വേദഭാഗമാണ് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ ഉള്ളത്. ആ പ്രത്യേകിച്ച് നമ്മൾ ഈ വായിക്കുന്ന വേദഭാഗങ്ങളിലുള്ളത്. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവന് അതിനുശേഷം അവന്റെ ലൈഫ് മുന്നോട്ട് നയിക്കേണ്ടത് എങ്ങനെയെന്ന് അതിലാ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ 17-ാം വാക്യം നമ്മൾ മനസ്സിലാകുക. യേശു അവനോട്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ഈ ഒരു കൺസെപ്റ്റ് ഇതിങ്ങനെയാണ്. ഇപ്പൊ എന്റെ കാര്യമാണെങ്കിൽ യേശു എന്നോട് പറയാ, അല്ലെങ്കിൽ ഈ വർഗീസിന്റെ മകനായ സോനുവേ, നീ ഭാഗ്യവാൻ. ഏതാണ്? യേശു എന്ന ദൈവം, യേശു എൻ്റെ ദൈവം, യേശുവാകുന്ന ദൈവപുത്രൻ, യേശുവാകുന്ന രക്ഷകൻ എന്നെ രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു എന്നുള്ള ആ ഒരു ആശയം, ആ ഒരു സത്യം. ഹല്ലേലൂയ. എനിക്ക് എപ്പോഴോ എനിക്ക് എൻ്റെ 7-ാമത്തെ വയസ്സിലാണ് എനിക്ക് ഭാഗ്യവശാൽ ആ ദൈവം എന്നെ 7-ാമത്തെ വയസ്സിൽ തന്നെ ആ രക്ഷയുടെ കൺസെപ്റ്റ് എന്നെ പഠിപ്പിച്ചായിരുന്നു. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. ആ സമയത്ത് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ഈ
7ാമത്തെ വയസ്സിൽ എൻ്റെ കാര്യം സംഭവിച്ചത് പരിശുദ്ധാത്മാവ് ഒരു VBS പ്രോഗ്രാമിൽ ഹല്ലേലൂയ വ്യക്തമായി യേശു ദൈവപുത്രന അവനെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ളൊരു കൺസെപ്റ്റ് പരിശുദ്ധാത്മാവ് എൻ്റെ ഈ ഇപ്പൊ ഇതിനകത്ത് ഹോളി സ്പിരിറ്റ് ക്ലൗഡ് പോലെ ഞാൻ കൊടുത്തേക്കുന്നതാണ്. ഈ ഹോളി സ്പിരിറ്റ് എൻ്റെ സ്പിരിറ്റിനോട് സംവേദിച്ചിട്ട് എൻ്റെ ബോഡിയോട് അല്ലെങ്കിൽ എൻ്റെ സോളിനോട് പറഞ്ഞ് അവസാനം ഞാൻ എൻ്റെ ബോഡി അല്ലെങ്കിൽ ആ പാസ്റ്റർ അവിടെ ആൾട്ടർ കോൾ ചെയ്തപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഞാൻ എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി വിത്ത് ശുശ്രൂഷയോടുകൂടിയാണ് അന്ന് ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഓർക്കുന്നുണ്ട്. ഞാൻ വെറും 7 വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതെങ്കിൽ ഞങ്ങൾ എഴുന്നേറ്റത് 2 പേരാണ്. വേറെ തന്നെ എഴുന്നേറ്റത് അവന് 9 വയസ്സോ 10 വയസ്സോ കണ്ട. അവൻ്റെ പേര് മാർട്ടിൻ മൈക്കമാലി എന്നാണ്. അവന് വേറൊരു രീതിയിൽ അവൻ പോയെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ ഹി സ്റ്റിൽ ഇൻ ദൈവത്തിന്റെ സിസ്റ്റത്തിലാണോന്ന് ഐ എം നോട്ട് ഷുവർ. പക്ഷേ ദൈവകൃപയാൽ ദൈവത്തിന്റെ വലിയ കരുണയാൽ ഞങ്ങൾ 2 പേരെ എഴുന്നേറ്റിട്ടുള്ളൂ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. 10, 60, 70 ആൾക്കാരോ അല്ലെങ്കിൽ 80 ആൾക്കാരുള്ള ആ സമയത്ത് വെറും 2 പയ്യന്മാർ, 2 കുഞ്ഞു പിള്ളേർ എഴുന്നേറ്റ. പക്ഷേ എൻ്റെ ദൈവം അന്ന് എൻ്റെ ചിന്തയിൽ വ്യക്തമായ ആ യേശു രക്ഷിക്കുന്ന യേശുവാണ്. ആ യേശുവിന് വേണ്ടി ജീവിക്കാൻ, യേശുവിന് വേണ്ടി ശുശ്രൂഷിക്കാനും കൂടെയാണ് അന്ന് ഞാൻ വ്യക്തമായി ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു കാര്യം ആ ദൈവദാസനിൽ കൂടെ വെളിപ്പെടുത്തിയപ്പോൾ ഞാനത് എൻ്റെ സോളിൽ മനസ്സിലാക്കിയപ്പോൾ ആ 7 വയസ്സുള്ള പൈതല് ശരിയാണ്, ഞാനത് സമ്മതിക്കുന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ഞാനൊരു തീരുമാനം എടുത്തു. ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ വേണം. ഹല്ലേലൂയ. ഇങ്ങനൊരു തീരുമാനം വേണം. എന്നാൽ മാത്രമേ നമ്മൾ ക്രിസ്ത്യൻ ലൈഫിലോട്ട് എൻട്രി ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ വി ആർ ഔട്ട്, സ്റ്റിൽ ഔട്ട്. നമ്മൾ ഒരുപക്ഷെ ഇത് സ്നാനപ്പെട്ടായിരിക്കാം, തിരുവത്താഴം എടുക്കുന്നതായിരിക്കാം, പക്ഷെ ഉറപ്പായിട്ട് ആത്മാവ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഈ ആത്മാവ് കിട്ടണമെങ്കിൽ രക്ഷിക്കപ്പെട്ടാലേ കിട്ടുള്ളൂ. ഐ എം ഡാം ഷുവർ. ആത്മാവ് ഇടപെടും, പക്ഷെ ആത്മാവിൻ്റെ അക്സസ് നമുക്ക് കിട്ടണമെങ്കിൽ, ആത്മാവ് നമ്മുടെ സ്വന്തമാകണമെങ്കിൽ നമ്മൾ യേശുവിനെ നമ്മൾ രക്ഷിതാവായിട്ട് നമ്മുടെ ജീവിതം ജീവനുള്ള പുത്രൻ എന്നെ രക്ഷിപ്പാൻ പ്രാപ്തനാ, ഞാൻ എൻ്റെ ലൈഫ് അവന് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എടുക്കേണ്ടതുണ്ട്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഫോഴ്സ്ഫുള്ളിയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വിടണം. ആ ഒരു സത്യം കയറ്റി കാരണം ദൈവത്തിലല്ല നമ്മൾ, പക്ഷേ ദൈവം നമുക്ക് ദൈവത്തിന്റെ കൃപയാൽ ആ ഒരു സത്യം നമ്മളെ വെളിപ്പെടുത്തി എന്നിട്ട് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഹല്ലേലൂയ. അപ്പോ ആ ഒരു സംഭവത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു പറയുന്ന അടുത്ത ചില കാര്യങ്ങളാണ്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ ലൈഫിനെ യേശുവിന് കൊടുത്തതിന് ശേഷം യേശു എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യമാട്ടോ ഇത്. പക്ഷേ നമ്മുടെ ഒരു മലയാളം ബൈബിളിലും ഈവൻ ഇംഗ്ലീഷ് ബൈബിളിലും ഒരു വലിയ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. ശരിക്കും ട്രാൻസ്ലേഷൻ ഗ്രീക്കിൽ എന്താ എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ, നീ പാറ കഷ്ണമാകുന്നു. കാരണം എന്നെ വിളിക്കുകയാണ് ബർയോന ഷിമോനെ അല്ലെങ്കിൽ ഷിമോനെ വിളിച്ചതുപോലെ വർഗീസിന്റെ മകനായ സോനുവെ എന്ന് വിളിച്ചു കഴിഞ്ഞു 17-ാം വാക്യത്തിൽ. 18-ാം വാക്യത്തില് എന്നോട് യേശു പറയാ, നീ പാറക്കഷ്ണമാകുന്നു. യേശുവാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഏതിനെ? ഞാനും കൂടി ഉൾപ്പെട്ട, ജീവനുള്ള കല്ലാകുന്ന ഞാനും കൂടി ഉൾപ്പെട്ട ആ സഭയില്, ഹല്ലേലൂയ, അതിനെ പാതാള ഗോപുരം ജയിക്കില്ല. ഐ ആം ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ്. അല്ലെങ്കിൽ ഐ ആം എലിജിബിൾ ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് എറ്റേണൽ ചർച്ച്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇത് ഓരോ വ്യക്തിയും ഓരോ വിശ്വാസിയും അവൻ്റെ ഉള്ളിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ഒരാൾ വിശ്വാസി അത് മൊമെന്റ് യേശു ദൈവമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ?
ഓ യെസ്, ഉറപ്പായിട്ടും. ആമേൻ, ഹല്ലേലൂയ. ആ യേശുവിന്റെ ആ വിളി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വെറുതെ കിട്ടത്തില്ല. യേശുവിന്റെ കോളിംഗ് ഉള്ളതുകൊണ്ട്, സെലക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത യേശു തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന വാക്കാണിത്. യെസ്, പ്രിയ ദൈവവേദലേ, പ്രിയ പാറക്കഷ്ണമേ, നിന്നെയും കൂടി ചേർത്താ ഞാൻ സഭയെ പണിയാൻ പോകുന്നത്. യെസ്, പാതാള ഗോപുരം നിന്നെ ജയിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. ഹല്ലേലൂയ. യെസ്, ഈ സത്യം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. ഹല്ലേലൂയ. യെസ്, ആമേൻ. ഇതും ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ഒരു സത്യം കൂടി വെളിപ്പെടുത്തും. ആർക്കെങ്കിലും ഇതുവരെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ ദേ ഇപ്പം കേട്ടോ. യെസ്, നീ പാറക്കഷ്ണമാ, നിന്നെയും കൂടി ചേർത്താ ഓ യെസ് അവൻ പണിയാൻ പോകുന്നത്. ഹല്ലേലൂയ. യെസ്, സാത്താൻ എത്ര വിചാരിച്ചാലും യെസ് ആമേൻ, പാതാള ഗോപുരം ദേ ഇവിടെ കിടക്കുന്ന ഈ നിന്നെ മാടി വിളിക്കുന്ന പല സിസ്റ്റവുമുണ്ട്. പക്ഷേ യെസ് ആമേൻ, ഹല്ലേലൂയ, ആ സാധനത്തിന്, ഈ ഈവിളിന് യെസ് നിന്നെ ജയിക്കാൻ പറ്റത്തില്ല. നീയും കൂടി ഉൾപ്പെട്ടിരിക്കുന്ന സഭയും ജയിക്കാൻ പറ്റത്തില്ല. പക്ഷെ എങ്ങനെയാ നീ ജയിക്കുക? എങ്ങനെയാ ജയിക്കുക? ഹല്ലേലൂയ. അതാണ് അടുത്ത കാര്യം നമ്മൾ യെസ് ആമേൻ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ യെസ് ആമേൻ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ആമേൻ. ഇപ്പൊ ചില പുതിയ കാര്യങ്ങൾ യേശു പറയുകയാണ്. ആദ്യം നമ്മുടെ രക്ഷയുടെ അനുഭവത്തിൽ വന്നു, ദൈവം ആരാന്ന് വെളിപ്പെടുത്തി, ഞാനത് ഏറ്റുപറഞ്ഞു, ഞാനത് അക്സെപ്റ്റ് ചെയ്തു. യെസ്, യേശു ഒരു ഉറപ്പ് പറയാ, ഒരു കാരണവശാൽ ഈ ഈവിൾ സിസ്റ്റം നിന്നെ ജയിക്കാൻ പോകുന്നില്ല. പക്ഷെ എങ്ങനെ? അതിനുവേണ്ടി ദൈവം ഒരു കാര്യം എനിക്ക് തരുവാണ്. അത് തരണം എന്നാന്ന് വെച്ചാൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ പയ്യെ, ഒരു വിശ്വാസി പയ്യെ ആ ക്രിസ്ത്യൻ ലൈഫിലോട്ട് എൻട്രി ചെയ്യാട്ടോ. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റലി മനസ്സിലാക്കേണ്ടതാണ്. അൺഫോർച്ചുനേറ്റ്ലി ദൈവം എനിക്ക് മനസ്സിലാക്കുന്നിടം വരെ എനിക്കിതിനൊക്കെ വ്യക്തമായി അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഉറപ്പായിട്ടും വിചാരിക്കുന്നു, യെസ്, ഞാൻ ഒരു IPC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചെറുപ്പം മുതലേ വളർന്നു വന്ന എനിക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ, സാധാരണഗതിയിൽ ഒരു പെന്തക്കോസിന്, ഒരു വിശ്വാസിക്ക് സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ ഒരു ചാൻസ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഉണ്ടായവർ ഭാഗ്യവാന്മാർ. പക്ഷേ ഇല്ലാത്തവർക്കാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഓരോ വ്യക്തി ഫണ്ടമെന്റൽ ട്രൂത്ത് മനസ്സിലാക്കാതെ നമ്മൾ എങ്ങോട്ടാണ് വിശ്വാസിയാന്ന് പറഞ്ഞ് പോകുന്നത്. ഹല്ലേലൂയ. കാരണം യെസ്, കുറച്ച് മുമ്പേ യേശു ചോദിച്ച ചോദ്യം അതിനകത്ത്, നമുക്ക് ഈ ലോകത്തിന്റെ സകല കാര്യം അറിയാം, ലോകത്തിന്റെ സകല ബാഡ് സ്വഭാവം ഉണ്ടാവും, ബാഡ് തിങ്ങും ഉണ്ടാവും. യെസ്, ചില ആൾക്കാർ ഇങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, യെസ്, മനുഷ്യല്ല, ജഡമല്ല, ബലഹീനമായിരിക്കും, അല്ലെങ്കിൽ പാപം ചെയ്യാലും പാപമില്ലാത്തവൻ എന്ന് പറയുന്നതിൽ യെസ് അവൻ കള്ളനാകുന്നു. അതിനൊക്കെ ഓരോ ക്ലോസ് ഉണ്ട്, ഓരോ ക്ലോസ് ഉണ്ട്. യെസ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് പൗലോസ് എഴുതിയേക്കുന്നു. അതേ പൗലോസ് യെസ് അവൻ തീമോത്തിയോസിന്റെ ലേഖനം യെസ് അവൻ 5-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ ബോഡിയും സോളും ആത്മാവും യെസ് അശേഷം അനിന്യമായി ബ്ലെയിംലെസ് ആയിട്ട് അവന്റെ പ്രത്യക്ഷതയിൽ റെഡി ആയിരിക്കണം. അതേ പൗലോസാ പറയണേ. ഇതേ ഇപ്പൊ പൗലോസിന്റെ എന്തെങ്കിലും പുള്ളി മണ്ടത്തരാണ്, ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലം, ഒരു സ്ഥലത്ത് പിന്നെയും പറയണേ. നോ, പ്രശ്നം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനാ, നമ്മുടെ നോളജിനാ പ്രശ്നം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്വന്തം ഡിസീവ് ആവരുത്. ഹല്ലേലൂയ. പൗലോസൊക്കെ വളരെ പല പ്രാവശ്യം നിത്യരാജ്യത്തിൽ പോകുന്നതിനേക്കാളും കൂടുതൽ നിത്യരാജ്യം മിസ്സാകുന്ന ക്ലോസാ പുള്ളി പറഞ്ഞേക്കണേ. ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ ഒരു കാരണം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പിന്നെയും പറയുന്നു, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തേ ഇല്ല. ആമേൻ. വെളിപ്പാട് പുസ്തകത്തില് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ബൈബിൾ എന്ന് പറഞ്ഞ ഒരു വാക്യമല്ല കേട്ടോ. ബൈബിൾ എന്ന് പറഞ്ഞാൽ മൊത്തം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് താല്പര്യമുള്ള ചില ഭാവം മാത്രം എടുത്തിട്ട് സ്വർഗത്തിൽ പോകുന്ന വെറുതെ ധരിച്ചിരിക്കല്ലേ. സാത്താൻ ഡിസീവ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് സത്യം തോന്നും. കാരണം എന്താ? നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതാണല്ലോ, ഒരു മനുഷ്യന് തന്റെ നിരൂപണമൊക്കെയും സത്യമായി തോന്നുന്നു. പക്ഷെ നമ്മുടെ സ്പിരിറ്റ് ഈ ഇവിളിനകത്താണെങ്കിൽ നമുക്ക് തോന്നുന്നതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ശരിയാവുള്ളൂ, ദൈവത്തിന് ശരിയല്ല. ഇത് സത്യമാ. നമ്മുടെ സ്പിരിറ്റ് യേശുവിന്റെ അകത്തുണ്ടായിട്ട് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന യഥാർത്ഥമായ വെളിപ്പാടും യഥാർത്ഥമായ സത്യമാ സത്യം.
അല്ലാതെ നമുക്ക് സത്യമാണെന്ന് പറഞ്ഞ് ദൈവത്തിന് സത്യമാണെന്നില്ല, ദൈവം സമ്മതിക്കത്തുമില്ല. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ സഭകളിലും പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നത് ഇതാണ്. അവർക്കത് സത്യമാണ്. കാരണം അവരുടെ സ്പിരിറ്റ് അക്സസ് ചെയ്ത് വെച്ചേക്കുന്നത്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഈവിൾ പഠിപ്പിച്ചു വെച്ചേക്കുന്നതാണ്. ഹല്ലേലൂയ. പക്ഷേ ആത്മാക്കളെ തൂക്കി നോക്കുന്ന യഹോവയുടെ മുമ്പിൽ വരുമ്പോഴാണ് നമ്മൾ പതറിപ്പോകും. ഹല്ലേലൂയ. സംശയമുണ്ടെങ്കിൽ ദൈവത്തോട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. ഹല്ലേലൂയ. അപ്പോ ഇനി നമുക്ക് അടുത്ത കൂടുതൽ കാര്യങ്ങളിലോട്ട് പഠിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞു. ഭയങ്കര ഒരു കാര്യം യേശു പറഞ്ഞേ, ഒരു കാരണവശാലും പാതാള ഗോപുരം ജയിക്കാൻ പോകുന്നില്ല. പക്ഷെ എങ്ങനെ? അതിനു വേണ്ടി യേശു തന്നതാ താക്കോൽ. ഇപ്പൊ ആരുടെ കയ്യിലായിരിക്കണം? എൻ്റെ കയ്യിലായിരിക്കണം. ഞാനാ ഡിസൈഡ് ചെയ്യണം. അതായത് എൻ്റെ സോളാണ് ഈ താക്കോല് എന്താ ചെയ്യണ്ടേന്ന് ഉപയോഗിക്കുന്നത്. ഈ താക്കോൽ കൊണ്ട് രണ്ട് കാര്യം ചെയ്യാം. ഇവിടെ ഒന്ന്, ചില കാര്യങ്ങളെ കെട്ടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ ഭൂമിയിൽ കെട്ടും, നീ കെട്ടിക്കോ ഭൂമിയിൽ, ഞങ്ങൾ യേശു സ്വർഗത്തിൽ അല്ലെങ്കിൽ ദൈവ സ്വർഗത്തിൽ അപ്രൂവ് ചെയ്യുന്നേക്കാം. യെസ്. പിന്നെ പറയുന്നു, നീ ഭൂമിയിൽ അഴിച്ചോ, ഞാൻ സ്വർഗത്തിൽ നിന്ന് അത് അപ്രൂവ് ചെയ്യുന്നേക്കാം. പക്ഷേ ഹല്ലേലൂയ, ഭൂമിയിലിരിക്കുന്ന യെസ് ആമേൻ, ഹല്ലേലൂയ, യെസ്, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ യെസ് ആമേൻ, യെസ്, എൻ്റെ സോൾ ഞാനത് ഡിസൈഡ് ചെയ്യണത് കെട്ടണോ അഴിക്കണോ. അപ്പൊ എന്ത് കെട്ടണം, എന്ത് അഴിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നല്ല യെസ് ആമേൻ നോളജ് നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആ കാര്യത്തിലോട്ടാണ് ഇനി അടുത്തത് പോകണം. ഇനി ഞാൻ കുറച്ചുകൂടെ ആഴത്തിൽ ഞാൻ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം എല്ലാ വ്യക്തിക്കും ഒരു ഹൃദയമുണ്ട്. ഹൃദയം, അതായത് നമ്മുടെ ഈ പറഞ്ഞ ഇടിക്കുന്ന ആ ഒരു നമ്മുടെ ബോഡിക്കകത്തുള്ളിൽ ഹൃദയമല്ല ബൈബിളിൽ ഉദ്ദേശിക്കുന്ന ആ ഹൃദയം. ബൈബിളിൽ ഉദ്ദേശിക്കുന്ന ഹൃദയം വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സോളിലാണ്. യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുന്നു, ചീത്ത ദുർനിക്ഷേപങ്ങളിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ. അപ്പോൾ ഒരു മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഹൃദയത്തിനകത്തെ ആ നിക്ഷേപം എന്താണോ അതനുസരിച്ചിട്ടിരിക്കും ഈ മനുഷ്യൻ സ്വഭാവം പ്രകടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവൻ ഈ പറഞ്ഞ യേശുവാകുന്ന ട്രൂത്തിനെ കുറിച്ച് ശരിക്കും ഗ്രാഹ്യമില്ലെങ്കിൽ സംഭവിക്കാൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇവന്റെ സ്പിരിറ്റിനെ അക്സസ് ചെയ്ത് വെച്ചേക്കുന്ന കൂടുതൽ ഈവിളുമായിരിക്കും. ഈ വർഷങ്ങളായി ഈവിളുമായിട്ടുള്ള വാസം കൊണ്ട് ഈവിൾ ഒരു കാര്യം ചെയ്യും. അവന്റെ ഹൃദയത്തിൽ ഈ ഒരു സിമ്പൽ, ഹൃദയത്തിന്റെ സിമ്പൽ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചില ബ്ലാക്ക് ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. സപ്പോസ് അത് ഈ സാത്താൻ ഇട്ടേക്കുന്ന ചില ദുർനിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ജഡത്തിന്റെ ബലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് സാത്താനല്ല, സാത്താൻ്റെ എവിടെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഉള്ളിൽ ഇത് സാത്താൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ബൈബിളിൽ ലാബാന് ഈ യാക്കോബ് ഓടിപ്പോയപ്പോൾ യാക്കോബിന്റെ ആ കൂടാരങ്ങളിൽ കയറി സെർച്ച് ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടായി. കാരണം എന്താണ്? റാഹേല് ആ ലാബാന്റെ ഗൃഹവകുപ്പ് എടുത്തോണ്ടാ പോകുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട് ലാബാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതെ, നീ നിന്റെ പിതൃഭവനത്തെ കുറിച്ചുള്ള ആ വ്യഗ്രത നിമിത്തം, ആ വളരെ താല്പര്യം നിമിത്തം നീ പൊയ്ക്കോ, എനിക്കൊരു പ്രശ്നമില്ല, നീ നിന്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും സമ്പത്തൊക്കെ എടുത്തോണ്ട് പൊയ്ക്കോ, പക്ഷെ നിനക്ക് എന്തിനാ എന്റെ ഗ്രഹബിംബം? പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ ദുഷ്ടപിശാചിനെ മാറ്റിയാലും എങ്ങനെങ്കിലും മാറ്റി, ഇതിപ്പോ ദുഷ്ടപിശാചിനെ ഹല്ലേലൂയ മാറ്റാൻ പറ്റും. ഈവൻ ഈ ദുഷ്ടപിശാചിനെ ഞാനൊരു ട്രൂത്ത് പറയാം. ഈ യേശു തന്നെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരുടെയെങ്കിലും പാപം ക്ഷമിച്ചാല് അത് ക്ഷമിക്കപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അതിനെ റിറ്റെയിൻ ചെയ്താൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. ഹല്ലേലൂയ. അതേപോലെ ഈ ഒരു യഥാർത്ഥമായ ഒരു ശിഷ്യനാണെങ്കിൽ പുറമേ ഈ പറഞ്ഞ ആളൊന്നും, അല്ലെങ്കിൽ വേറെ ഒരു യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ, അവൻ കമാൻഡ് ചെയ്താൽ പോലും ഈ ഈവിളിനെ മാറ്റി നിർത്താൻ പറ്റും. അത് ഉറപ്പാണ്. അതായത് ഈ വ്യക്തി ഇതിന്റെ നിർബന്ധമില്ല, ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മതി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യെസ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ദൈവത്തിന് ഒരു വ്യക്തി മതി. ഒരു നെഹമ്യാവ്, ഒരു ദാവീദ്, ഒരു അബ്രഹാം, ഹല്ലേലൂയ, ഒരു മോശ. ഇവരെ കൊണ്ടൊക്കെ ദൈവം വലിയ ടീമിനെ ഓരോ ദൈവത്തിന്റെ പദ്ധതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. ഹല്ലേലൂയ. ഒരു വ്യക്തി നിന്നാൽ നടക്കുക. അപ്പോൾ ഈ ഒരു വ്യക്തി വിചാരിച്ചാൽ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും.
അപ്പം നമ്മുടെ ബോധത്തോടെ വിചാരിച്ചാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. പക്ഷേ നമ്മൾക്ക് ഈ കാര്യത്തിനെ കുറിച്ചൊക്കെ നല്ല അറിവ് വേണം. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ഹൃദയത്തിനകത്ത് ദുർനിക്ഷേപം ഈ ദുഷ്ടപ്പിശാച് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു അനുകൂല സാഹചര്യം കിട്ടിയാൽ ഈ ദുഷ്ടപ്പിശാചിന് എൻ്റെ സാധനം ഈ ലാഭാൻ കയറി നിരങ്ങിയതുപോലെ എൻ്റെ സാധനം എടുക്കാൻ വേണ്ടി എപ്പം കയറി വരികയും അവൻ നമ്മളെ മൊത്തം പൊല്യൂട്ടാക്കുകയും പാപം ചെയ്യിക്കുകയും ദുഷ്ടമാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ചില സമയത്ത് ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില സംസാരങ്ങളിലോ ചില ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമ്മുടെ തനി സ്വഭാവം പുറത്തു വരുമെന്ന് കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ചില ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ കാരണം നമ്മുടെ ഉള്ളിൽ അതിന് അനുകൂലമായ സാഹചര്യം കിടക്കുകയാണ്. അപ്പം ഇത് നമ്മൾ ഓരോ വ്യക്തി ജീവിതങ്ങളും മനസ്സിലാക്കണം. ക്രിസ്ത്യൻ ലൈഫിൽ ഈ സാധനം പുറത്തു പോകുക എന്നുള്ളത് മസ്റ്റാണ്. ഹല്ലേലൂയ. അതിനൊരു മാർഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. ഇനി യേശു ഇവിടെ പറയുന്നത് എന്താ? നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. യേശു നമ്മളെ വിളിച്ചു. യേശു ദൈവമാണ്, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു. യേശു നമ്മളെ വിളിച്ചു. അപ്പോൾ യേശു പറഞ്ഞ കാര്യം നമ്മൾ ഒബേ ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമ്മളെ പാതാള ഗോപുരം പിടിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ പാതാള ഗോപുരത്തിലായിരിക്കും നമ്മൾ മിക്കവാറും ആയിരിക്കണം. യേശു പറയുന്നത് ഈ ദുഷ്ടപ്പിശാചിനെ നമ്മൾ കെട്ടിയേ പറ്റും. ദുഷ്ടപ്പിശാചിനെ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലോ പ്രവർത്തന മണ്ഡലങ്ങളിലോ ഒരു സ്ഥലത്ത് അനങ്ങാൻ സമ്മതിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഒന്ന് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കണം. ദുഷ്ടങ്കൽ നിന്ന് വിടുവിക്കണമേ, അല്ലെങ്കിൽ ആ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ദുഷ്ടങ്കൽ നിന്ന് വിടുവിക്കണമേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ തന്നെ പഠിപ്പിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഹല്ലേലൂയ, യേശുവും ശിഷ്യന്മാർ ഗെത്സമന പ്രാർത്ഥനയ്ക്ക് മുമ്പ് ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. ആമേൻ. അപ്പോഴും ആ ഒരു കാര്യത്തിനകത്ത് യേശു പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഹല്ലേലൂയ, യേശു പ്രാർത്ഥന എന്ന് വെച്ചാൽ ബിഗ് സബ്ജക്റ്റ്. പല കാര്യം ഉണ്ടാവും. നിങ്ങളുടെ അനുഗ്രഹം നഷ്ടപ്പെടാതിരിക്കാൻ, ഇന്ന കാര്യം നടക്കാതിരിക്കാൻ വേണ്ടി ഹല്ലേലൂയ ഉണർന്നെന്ന് പ്രാർത്ഥിക്കണം എന്നല്ല യേശു ഏറ്റവും പ്രൈമറി ആയിട്ട് ഓർപ്പിച്ചെന്നാണെന്നറിയോ? ഹല്ലേലൂയ. ഓ, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുക. ഓ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഇതിനെ പിടിച്ച് ബോധപൂർവം ലോക്ക് ചെയ്തില്ലെങ്കിൽ, ഓ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും നടക്കത്തില്ല. ഇനി സപ്പോസ് ഈ ദുഷ്ടപ്പിശാച് ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഓർത്തോ. പഴയ നിയമത്തിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകൾ എപ്പോഴെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഹല്ലേലൂയ. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇസ്രായേൽ മക്കളാണെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരുടെ പ്രോഗ്രസ് കനാൻ ദേശത്തിലുള്ള യാത്ര അവിടെ നടക്കത്തില്ല. യുദ്ധം നടക്കുള്ളൂ. പ്രിയ ദൈവമക്കൾ, നമ്മളൊക്കെ ആ കനാൻ ദേശത്തിലോട്ട് യാത്ര ചെയ്യേണ്ടവരാ. ഈ ഫുൾ ടൈം പോരാടിക്കൊണ്ടിരുന്ന ദുഷ്ടപ്പിശാച് തന്ത്രശാലിയാ. നമ്മുടെ സമയം പോവും. പല കാര്യം നമ്മൾ ചെയ്തെടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ദുഷ്ടപ്പിശാചിനെ അനങ്ങാൻ സമ്മതിക്കുക. ഒന്ന് ദൈവത്തോട് പരീക്ഷ പ്രാർത്ഥിക്കണം. നമ്മൾ പൂട്ടിക്കോണം ദുഷ്ടപ്പിശാചിനെ. ഹല്ലേലൂയ. അടുത്ത കാര്യം പറയുന്നത് അഴിക്കേണ്ടതൊക്കെ അഴിക്കണം. അതഴിക്കണം എന്നാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ദുഷ്ടപ്പിശാച് നമ്മുടെ ഹൃദയത്തിലിട്ടിരിക്കുന്ന ഓരോ ദുഷ്ട സ്വഭാവത്തിന്, ചിലപ്പോൾ ഈഗോ ആയിരിക്കും, ചിലപ്പം ദേഷ്യമായിരിക്കും, ചിലപ്പം ദുർഭാഷണമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ചില അഴുക്ക് സ്വഭാവങ്ങളായിരിക്കാം, അഡിക്ഷൻസ് ആയിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഓരോ സാധനം നമ്മൾ താക്കോലുണ്ട്, അധികാരമുണ്ട്, നമ്മൾ അഴിച്ചു മാറ്റിക്കോണം. ഹല്ലേലൂയ. ഇത് മസ്റ്റായിട്ട് ഒരു വിശ്വാസി ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് ചില വ്യത്യാസം വരും. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഞാനിവിടെ പേസ്റ്റ് ചെയ്തപ്പോൾ അത് പേസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആ ദുഷ്ടപ്പിശാചിന്റെ പരിപാടി മനസ്സിലാകാത്ത രീതിയിൽ നമുക്ക് ദൈവത്തിനെ നമ്മൾ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ സിസ്റ്റം അത്രയും നമുക്ക് ആഴത്തിലാകണമോ? ഈ പറഞ്ഞ ഈ ദുഷ്ടപ്പിശാചിനെ പിടിച്ചു കെട്ടിയിട്ട് നമ്മുടെ ഹൃദയത്തിലുള്ള ദുർനിക്ഷേപങ്ങളെ പുറത്താക്കിയിട്ട് നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മുടെ സ്പിരിറ്റിനെ, നമ്മുടെ ആത്മാവിനെ നമ്മുടെ യേശുവിൻ്റെ ആ യേശുവാകുന്ന വാതിലിലോട്ട് കൊടുത്താൽ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, slowly, hallelujah. Slowly. I am not saying all of a sudden. Slowly. Hallelujah. Yes. നമുക്ക് ഹല്ലേലൂയ ആ യേശുവിൻ്റെ സ്വഭാവം കിട്ടും. ഇവിടെ ഞാൻ കൊടുക്കുന്ന വൈറ്റ് ഡോട്ട്സ് എന്താണെന്നറിയാവോ? ഹല്ലേലൂയ. ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് അല്ലെങ്കിൽ നല്ല നിക്ഷേപങ്ങളാ.
കാരണം നമ്മളിപ്പോൾ ആരായിട്ടാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ആരുമായിട്ടാ കൂടുതൽ സമയം? നമ്മുടെ യേശുവുമായിട്ടാ. കാരണം എന്നാ? നമ്മൾ മറ്റവനെ പൂട്ടി വെച്ചിട്ട് നമ്മൾ അവൻ്റെ ദുർനിശ്ചയങ്ങളൊക്കെ പുറത്താക്കിയിട്ട് പർപ്പസ്ഫുള്ളി നാം നമ്മുടെ ആത്മാവിനെ യേശുവാകുന്ന വാതിലിലൂടെ കടത്തിവിട്ട് അവനോട് കൂടെയുള്ള യാത്രയിലായി ഇപ്പം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മളുടെ ക്രിസ്ത്യൻ ലൈഫ്, ഹല്ലേലൂയ, വളരെ സെൻസിറ്റീവും ഇമ്പോർട്ടൻറ്റുമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഈ കാര്യം മനസ്സിലാക്കാതെ, ഹല്ലേലൂയ, ആ ദുഷ്ടപ്പിശാച്, ഞാൻ വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഈ ദുഷ്ടപ്പിശാച് ഇത് മനസ്സിലാക്കാതെ, കാരണം നമ്മളിത് അറിഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? നമ്മുടെ ആയുസ് മുഴുവൻ ഈ ദുഷ്ടപ്പിശാച് ഈ നമ്മുടെ ഈ സ്പിരിറ്റ് മിക്കവാറും ഈ ദുഷ്ടന്റെ അകത്തായിരിക്കും, അല്ലെ അവൻ പറയുന്നതായിരിക്കും. അതാണ് ഓരോ പ്രശ്നങ്ങൾ, ഓരോ അഴുക്ക് സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ ഇഷ്യൂസ് വരും. നമ്മൾ യേശുവിൻ്റെ യഥാർത്ഥ പൈതലാണ്. യേശുവിൻ്റെ ആ ഒരു സ്വഭാവം, യേശുവിൻ്റെ ആ നല്ല നിക്ഷേപങ്ങൾ, ആത്മാവിൻ്റെ ബലമാണ് നമ്മൾ പുറപ്പെടുക. ഒരാൾ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മൾ ചാടിക്കടിക്കാൻ, അല്ലെങ്കിൽ അവൻ ഒരു പാരമെടുത്താൽ അതിൻ്റെ ഇരട്ടി ശക്തിയുള്ള 10 ടൈംസ് ശക്തമുള്ള മിസൈൽ തിരിച്ചു വിടുന്ന രീതിയൊക്കെ പക്ക ഈവിളാണ്. അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിലൊന്നും പോവില്ല. വെറുതെ ചുമ്മാ ഈ പാട്ട് പാടി അല്ലെങ്കിൽ ആരാധനയ്ക്ക് പറഞ്ഞ് വലിയ വലിയ ആളായിട്ട് നടക്കാന്നുള്ളൂ. ഉറപ്പാ, ഫ്രാങ്ക്ലി പറയാം. ചിലവർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. ഡസൻറ്റ് മാറ്റർ, ഐ ഡോണ്ട് കെയർ. ബട്ട് ദിസ് ഇസ് ഫാക്ട്. ഞാൻ സത്യം പറയാണ്. പ്രിയ ദൈവമക്കളെ, നമുക്കൊരു സ്പിരിറ്റ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ചാവിയുണ്ട്, അധികാരമുണ്ട്. ദുഷ്ടനെ പൂട്ടിയിട്ട്, ദുർനിക്ഷേപങ്ങളെ മാറ്റിയിട്ട്, ഹല്ലേലൂയ, നമ്മുടെ സ്പിരിറ്റിനെ യേശുവാകുന്ന വാതിലൂടെ കടത്തിവിട്ട് പർപ്പസ്ഫുള്ളി യേശു എന്നോട് സംസാരിക്കണമേ, കാരണം അവനാണ് സത്യം, അവനാണ് ജീവൻ, അവൻ കാണിച്ചെടുക്കുന്ന മാർഗമാ ശരി. കാരണം അവൻ തന്നെയാ മാർഗം. ഹല്ലേലൂയ. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അവൻ നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവൻ നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്തെത്തും. നമ്മളെ കൊണ്ട് എന്തൊക്കെ അവൻ ടാർഗറ്റ്, എന്തൊക്കെ അവൻ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ, അത് മുഴുവൻ, ഹല്ലേലൂയ, അവൻ ചെയ്തിരിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ആ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, പത്രോസും കൂട്ടരും മീൻ പിടിക്കാൻ പോയപ്പോ തിരിച്ച് ആ യോഹന്നാന്റെ സുവിശേഷം അവസാനം അധ്യായത്തിൽ അവരെ തിരിച്ച് റിസ്റ്റോർ ചെയ്യുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. പത്രോസിനോട് പിന്നെയും ചോദിക്കുന്നു, ഹല്ലേലൂയ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? ഹല്ലേലൂയ. അവിടെ 3 പ്രാവശ്യം പറഞ്ഞപ്പോഴും, കാരണം പത്രോസ് പറഞ്ഞ പ്രശ്നം അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. യേശു എന്താ പറഞ്ഞേ? ഹല്ലേലൂയ, ടെൻഡ് മൈ ഷീപ്പ്, എൻ്റെ ആടുകളെ മേയ്ക്കുക, ആടുകളെ പാലിക്കുക. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരെയും ഓരോ കാര്യത്തിനു വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ടാസ്ക് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ടാസ്ക് നമ്മൾ, ഹല്ലേലൂയ, ഇംപ്ലിമെന്റ് ചെയ്യണേ. അപ്പോൾ നമ്മളുടെ സ്പിരിറ്റ് മൊത്തം ദുഷ്ടപിശാച് അക്സസ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആയുസാണെങ്കിൽ തീരുകയും ചെയ്യും, നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ സർദീസിലെ സഭയുടെ ദൂതിൽ എഴുതുമ്പോൾ, ഞാൻ നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടിട്ടില്ല എന്ന് പറയണത്. പ്രവൃത്തി കണ്ടിട്ടില്ല എന്ന് പറയുന്നില്ല, പൂർണ്ണതയുള്ളതായി. പിതാവിന്റെ മുമ്പിൽ ഒരു ചേട്ടൻ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു. ചേട്ടൻ കാര്യങ്ങൾ തീർക്കാനുണ്ടായിരുന്നു, നീ തീർത്തില്ല. കാരണം നിനക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. നിനക്ക് നിന്റെ സ്പിരിറ്റ് മൊത്തം ആക്സസ് ചെയ്തത് ദുഷ്ടപിശാച് അവൻ പഠിപ്പിച്ചതാ. നീ സത്യമെന്ന് വിചാരിച്ച് നിന്റെ ആയുസ് മൊത്തം കളഞ്ഞത്. പ്രിയ ദൈവമക്കളെ, ആ ഡേഞ്ചറിൽ പോയി നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടരുത്. കാരണം ദുഷ്ടപിശാച് ടാർഗറ്റ് ചെയ്യുന്നതും ആ സോളാണ്. ഹല്ലേലൂയ. അതുപോലെ, ഹല്ലേലൂയ, ദൈവവും രക്ഷിക്കാൻ ശ്രമിക്കുന്നതും, ഹല്ലേലൂയ, നമ്മുടെ ഈ സോളാണ്. ഹല്ലേലൂയ. അപ്പോൾ വളരെ വ്യക്തമായി നമ്മൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കാരണം യേശു പ്രാർത്ഥിച്ച സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു വ്യക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു ഇതുണ്ട്. പിതാവേ, നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പ്രവർത്തിക്കണമെങ്കിൽ, നമ്മൾ കുറച്ചു മുമ്പേ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞില്ലേ, ഈ വാതിൽ കടന്നിട്ട് അടുത്ത പോയിന്റ് പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും
മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. കാരണം നമ്മളെ കൊണ്ട് ഒത്തിരി പണിയുണ്ട് യേശുവിന്. പല കാര്യം ചെയ്യാനുണ്ട്. പക്ഷെ നമ്മൾ ഫണ്ടമെന്റലി പോലും ശരിയല്ല. ഫണ്ടമെന്റലി പോലും സാത്താന്റെ ഈവിൾ സ്പിരിറ്റാ നമ്മളെ ആക്സസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഹൃദയത്തിൽ മൊത്തം ദുർനിശ്ചയമാ. പിന്നെ എങ്ങനെ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നടക്കും? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. ഹല്ലേലൂയ. യെസ് ആമേൻ. വളരെ വ്യക്തമായി മനസ്സിലാവാൻ പാകത്തിന്, ഇതിൽ കൂടുതൽ മനസ്സിലാവാൻ പാകത്തിന് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ. നമ്മുടെ സ്റ്റാൻഡ് എവിടെയാണ്, നമ്മൾ എന്തോരായെന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളും. ഓ യെസ് ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി കരഞ്ഞ് പ്രാർത്ഥിച്ച് യെസ് ആമേൻ ദൈവത്തിന്റെ സന്നിധി ചെന്നിട്ട് യെസ് ആമേൻ ഹല്ലേലൂയ, എൻ്റെ ദൈവമേ ഞാൻ എവിടെയാ നിൽക്കണേ, നീ എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത് ഇതാണോ? യെസ് ആമേൻ. പലപ്പോഴും നമുക്കിതൊന്നും ചിന്തിക്കാൻ സമയമില്ല. ഈ ലോകത്തിന്റെ പുറത്തോട് ഓട്ടമേ ഓട്ടമാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കുന്നതിൽ എന്തു പ്രയോജനം എന്ന് പറഞ്ഞതുപോലെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ഒരു കാര്യം ആമേൻ ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നിത്യജീവൻ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്നു.